കേരളം വയോജനങ്ങളുടെ ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വയോജനങ്ങൾ എങ്ങനെ ജീവിതത്തെ സമീപിക്കണം, എത്രത്തോളം ഉത്സാഹഭരിതരായി കഴിയണം, ഇതിൻ്റെ ഒരു മാതൃക തൃശ്ശൂരിലെ അരിമ്പൂർ ഗ്രാമം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആടാനും പാടാനും ഒക്കെയായി അവിടെ ഒരു വീട് ഒരുക്കിയിട്ടുണ്ട്, പാട്ടുവീട്. 55 വയസ്സ് മുതൽ 84 വയസ്സ് വരെയുള്ള അംഗങ്ങൾ അവിടെ സന്തോഷത്തിനായി ഒത്തുകൂടുന്നു. ഈ മാതൃക കേരളത്തിലെ പല ഗ്രാമങ്ങളും പിന്തുടരേണ്ടി വരും. എന്തായാലും നമുക്ക് ആ പാട്ടുവീടിൻ്റെ വിശേഷങ്ങൾ കാണാം. വിശ്രമകാലം ആനന്ദകരമാക്കുന്ന ഞായറാഴ്ച എത്താൻ കാത്തിരിക്കുകയാണ് തൃശ്ശൂരിൽ ഒരു കൂട്ടം കൂട്ടുകാർ. എൻ്റെ ഭാര്യയും ഞാനും മാത്രമേ ഇവിടെയുള്ളൂ. മക്കൾ രണ്ടും വിദേശത്താണ്. അന്നു മുതൽ ഈ ഗ്രൂപ്പിന് വേണ്ടി എൻ്റെ വീട് പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചകളിലും അവർ ഉച്ച മുതൽ 2 മണി മുതൽ രാത്രി 9 മണി വരെ ഇവിടെയുണ്ട്. മാത്രമല്ല വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രോഗ്രാമുകൾ ഇവിടെ രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ രാത്രി ഏറെ വൈകിയും, പ്രത്യേകിച്ച് ക്രിസ്മസ്, ന്യൂ ഇയർ, ഓണം, വിഷു ഇങ്ങനെയുള്ള വ്യത്യസ്തമായ എല്ലാ പരിപാടികളിലൊക്കെ ഇവിടെ ഒത്തുചേർന്ന് അവർ ആഘോഷിക്കാറുണ്ട്. ഇവിടെ അരിമ്പൂരിൽ സന്തോഷ് കുമാറിൻ്റെ വസതിയിൽ 60ഓളം പേർ മുടക്കമില്ലാതെ ഒത്തുചേരുന്നു. ആട്ടവും പാട്ടുമായി ഒരു ദിനം അവർ മതിവരുവോളം ഉല്ലസിക്കുന്നു. ഞാൻ വളരെ ഒറ്റപ്പെട്ടൊരിതായിരുന്നു. എനിക്കിവിടെ ഞായറാഴ്ച ആകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വല്ല കല്യാണമൊക്കെ ഞായറാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും, അയ്യോ ഈ കല്യാണം വന്നല്ല, കല്യാണത്തിന് പോയിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടിയെത്തും. അത്ര സന്തോഷത്തിലിപ്പം ഞാൻ ആണ് ഏറ്റവും വലിയ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വിജയം. ഈ പാട്ടുവീട്ടിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ തിരുവാതിര മുതൽ സിനിമാറ്റിക് ഡാൻസിന് വരെ പ്രായം മറന്ന് ഇവർ ചുവടുവെക്കുന്നു. കഥാപ്രസംഗം, മിമിക്രി, ചിത്രരചന, കൈകൊട്ടിക്കളി, യോഗ ഇങ്ങനെയെല്ലാം കൂടി ചേരുമ്പോൾ വീട്ടിലെ ഒറ്റപ്പെടലുകൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കും ഇവിടെ പാട്ടുവീട്ടിലെത്തിയാൽ ശമനമാകും. ഭർത്താവ് മരിച്ച, മക്കൾ മരിച്ച 2 ചേച്ചിമാരിവിടെ മക്കൾ പുത്രവിയോഗം വന്നിട്ടുള്ള ആൾക്കാരാണ്. അവർ ഡിപ്രഷനിലേക്ക് പോയിരുന്നതാണ്. ഈ കൂട്ടായ്മയിൽ വന്ന് ഈ തരം ആൾക്കാരെയൊക്കെ വളരെ ഭംഗിയായി അവരിതിപ്പോൾ ഇവിടെ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. കാഴ്ചയ്ക്ക് പരിമിതിയുള്ള ഹരി തബല കൊട്ടി പാട്ടുപാടും. ഹരിയുടെ പാട്ടുകൾ കൂടെയുള്ളവർക്ക് ഊർജ്ജമാകും. കൂട്ടായ്മയിലെ സൗഹൃദം ഹരിക്ക് തെളിച്ചമുള്ള ദിവസങ്ങൾ സമ്മാനിക്കും. RP എന്ന് പറയുന്ന രോഗമാണ്. ബ്ലൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു 2% മാത്രമേ കാഴ്ചയുള്ളൂ. 10 വർഷമാണ് എനിക്കിത് തുടങ്ങിയത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉല്ലാസമാണ്, സുഖം, അല്ല സംഗീതം, സുഖം, സന്തോഷം. 84കാരനായ ഗംഗാധരൻ ഹാർമോണിയത്തിൽ ഈണമിടും. തബല വായിക്കാൻ മുരളിയും പ്രോത്സാഹനമേകാൻ ഋഥംപാടുമായി കലാഭവൻ പ്രതീഷും ഒപ്പമുണ്ടാകും. നല്ല സുഖമായിട്ടുള്ള സ്ഥലം. എല്ലാവരും കുറേ എന്നെ പോലെ പ്രായമുള്ള കുറേ ആൾക്കാരോട് വരുന്നുണ്ട്. ഇവരുടെ പ്രവർത്തനമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രചോദനം ഉണ്ടാവുകയാണ്. പലരും അവരുടെ റിട്ടയേർഡ് ജീവിതം ഇവിടെ ആസ്വദിക്കുകയാണ്. തങ്ങളുടെ ചെറുപ്പകാലത്ത് പുറത്തെടുക്കാൻ കഴിയാതെ പോയ കഴിവുകൾ ഇപ്പോൾ അവർ ഈ ചെറിയ സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. പലരും അവരുടെ കഴിവുകൾ തിരിച്ചറിയുന്നതും ഈ വേദികളിലൂടെയാണ്. ഇവിടെ വരുമ്പോൾ വളരെ മാനസികമായിട്ട് വളരെ സമ്മർദ്ദത്തിലായിരുന്നു. എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എല്ലാ ഞായറാഴ്ചയും വരുന്നത് കാത്ത് ഇരിക്കും. അപ്പോൾ ഇവിടെ വന്ന് പാട്ട് പാടും, മനസ്സിന് നല്ല സന്തോഷം. അത് പാലപ്പെട്ടി രോഗികളെ കാണാൻ പോകുമ്പോഴേ അവർക്ക് ഡാൻസ് ചെയ്താൽ അത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതിനുണ്ട് പഠിച്ച അതുണ്ട്. പിന്നെ മിമിക്രിയൊക്കെ ചെയ്തുമ്പോൾ അവർക്കൊരു സന്തോഷം. അരിമ്പൂരിലെ 17 വാർഡുകളിലായി നേരത്തെ സുമിത്ര എന്ന പേരിൽ വയോജന ക്ലബ്ബുകൾ ആരംഭിച്ച് വയോജന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇടക്കാലത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ചില അനാവശ്യ തടസ്സങ്ങൾ നേരിട്ടു. ഇതിനുശേഷമാണ് സന്തോഷ് കുമാറിൻ്റെ വീട് വയോജന ക്ലബിൻ്റെ ഉല്ലാസ കേന്ദ്രമായി മാറിയത്. കഴിഞ്ഞ 10 വർഷമായിട്ട് 60+ മ്യൂസിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിലൂടെ പാടാനുള്ള ആൾക്കാരെ കൂട്ടി പാട്ടുകൾ പാടുകയും അവർക്കൊരു തെറാപ്പി പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ അത് നിർത്തേണ്ടി വന്നു. പിന്നീട് കോവിഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പരിപാടി ഒക്കെ വളരെ ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്.
അരിമ്പൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് പാട്ടുവീട്ടിൽ ഒത്തുകൂടുന്നത്. വീട്ടിലെ ഒറ്റപ്പെടലുകൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കും പാട്ടുവീട്ടിലെത്തിയാൽ ശമനമാകും. ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാവരും പാട്ടുവീട്ടിൽ സജീവമായിരിക്കും. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീട് സ്വന്തം വീട് പോലെ എല്ലാവർക്കും സന്തോഷവും മിസ്സിസ് സിമിയും അവർ തുറന്നു തന്നിരിക്കുക. സന്തോഷ് കുമാറിനൊപ്പം ഭാര്യ സിമിയും ചേർന്ന് മുതിർന്ന കലാകാരന്മാർക്ക് ഇവിടെ വേണ്ട സൗകര്യമൊരുക്കുന്നു. ഇവിടെ ഞങ്ങൾ മക്കളൊന്നുമില്ല, ഇപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ വന്നിങ്ങനെ പാടുമ്പോൾ എല്ലാവർക്കും സന്തോഷം. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഞാനും പാടി തുടങ്ങുന്നു. ഒരുമിച്ചിരുന്ന് തങ്ങളുടെ ചെറിയ കലാപ്രവർത്തനങ്ങൾ പങ്കുവച്ച് ചായ കുടിച്ച് സൗഹൃദം പങ്കുവെക്കുമ്പോൾ സമ്മർദ്ദങ്ങളും സങ്കടങ്ങളും അതിൽ അലിഞ്ഞില്ലാണ്ടാവുന്നു. ചെറുപ്പ കാലഘട്ടത്തിന് സമാനമായ സൗഹൃദ അന്തരീക്ഷം പാട്ടുവീട്ടിൽ നിറയുന്നു. പരിഭവങ്ങളും പിണക്കങ്ങളും ഒഴിവാക്കി ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിതത്തിൻ്റെ സുന്ദര നിമിഷങ്ങൾ നെഞ്ചിലേറ്റി വിശ്രമകാലത്തിൻ്റെ തണലിൽ ഈ വീട്ടിൽ അല്പനേരം ഇനി എനിക്കിവിടിരുന്നൊറ്റയ്ക്കുറങ്ങുവാൻ മൗനരാഗം കൂട്ടുകാരി.